അമ്മ എന്ത് കൂളല്ലേ. ഞങ്ങള് ഫ്ലോറൻസിന് ഇത്തിരി തണുപ്പും കുളിർമയും ഒക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങള് വേനത്തോ എന്ന് പറയുന്ന ഒരു റീജിയനിലേക്ക് വന്നിരിക്കുകയാണ്. ഗ്രോത്ത ദെൽ കാല്യറോ എന്ന് പറയുന്ന ഒരു കേവിന്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഒരു മലയുടെ കാടിന്റെ ഒക്കെ നടുക്കാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറവാണല്ലേ. എത്ര മാപ്പ് നോക്കിയേ. ഓ ദിസ് ഇസ് ദ ഗ്രോത്ത്. ഇത് അന്യായ ഗ്രോത്തിനാണ്. എന്ത് തണുപ്പാ. ഇതല്ലേ പറഞ്ഞേ, ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ദൈവമേ. ഈ ഗ്രോത്ത് കേവിന്റെ വലിപ്പം നോക്കി. എങ്ങനെയുണ്ട്? കൂളായില്ലേ? മൂന്ന് മണിക്കൂർ, അത് ഏകദേശം 3.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ എത്തിയാണ്. ഈ 3.5 മണിക്കൂർ ഏകദേശം 40 ഡിഗ്രി ചൂടില് ഹൈവേയുടെ ചൂടും വെയിലും എല്ലാനും കൂടിയുള്ള ഒരു യാത്രയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് ഭയങ്കര ഒരു സുഖമായി. അത്യാവശ്യം നല്ല തണുപ്പുള്ള കാലാവസ്ഥയുണ്ട് ഇവിടെ. ഇവിടേക്ക് വരണമെങ്കിൽ ബെല്ലൂണോ ഡയറക്ഷനിൽ വന്നിട്ട് ബെല്ലൂണിന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ കേവിലേക്ക് എത്താനായിട്ട്. കാല്യറോൺ എന്നാണ് അതിൻ്റെ പേര്. ടിക്കറ്റിന് 4 യൂറോ ഉള്ളൂ ഒരാൾക്ക്. അപ്പോൾ അത്യാവശ്യം ഈസിയാണ്, ആർക്കും വരാവുന്ന രീതിയിലാണ് ഇവിടെ സർവീസൊക്കെ ഉള്ളത്. പക്ഷേ കാറിനോ ബൈക്കിനോ വരുന്നതാണ് സൗകര്യം. ഈ കേവ് നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ സമയം കുറച്ചേ ഉള്ളൂ. ഈശ്വര, നന്നായിട്ട് തെന്നുന്നുണ്ട് കേട്ടോ അവിടെ. ഭാഗ്യം മഴ പെയ്യാത്തതുകൊണ്ട്, നനവുണ്ടാക്കി ഇവിടെ പണി പാടിയാണ്. Vai. ഒരു ഫോട്ടോ എടുത്തപ്പോൾ ശരിക്കും എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായത്. എന്തുമാത്രം ചൂടത്തുനിന്ന് ഞങ്ങൾ വന്നേന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ കിട്ടുന്ന കുളിർമ അതൊരു സൂപ്പറാണ്. അതിൻ്റെ കൂടെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടല്ലോ. തല കുനിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. പിടിച്ചു പോയിക്കോട്ടെ. ചെളിയും ഇതും കൂടി ആയപ്പോൾ ഇത് കണ്ടോ. ഇവര് ശരിക്കും ഒരു പാലവിടെ ഉണ്ടാക്കി വെച്ചേക്കുക ഈ കേവിന്റെ ഉള്ളിൽ കൂടെ. പക്ഷെ മുകളിൽ നിന്ന് വെള്ളം വീണുകൊണ്ട് ചെറുതായിട്ട് കാല് തെറ്റുന്നുണ്ട്. പരമാവധി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ട്രക്കിംഗ് ഷൂ പോലത്തെ ഷൂ ഇടാൻ നോക്കാം. കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. മീനുണ്ടാവോ?
ഇല്ലില്ല ഇവിടെ കുളിക്കാൻ പറ്റില്ല ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് ഒരു സമ്മതിക്കുന്നില്ല.